നമസ്കാരം, മിഥുൻ ബാക്ക് വിത്ത് എ ന്യൂ വീഡിയോ. ഞാൻ ആക്ച്വലി കുറേ സമയം എടുക്കുന്നുണ്ട് ഇപ്പോൾ ബിറ്റ്വീൻ ദ വീഡിയോസ്. സോ ഫസ്റ്റ്ലി ഒരു അപ്പോളജി പറയുകയാണ്, ബിക്കോസ് പ്രൊഫഷണൽ ലൈഫും പേഴ്സണൽ ലൈഫും ഒക്കെ ഒരുമിച്ച് വരുമ്പോൾ ഉള്ള പ്രശ്നമാണ് വീഡിയോ ഡിലേ ആവാൻ കാരണം. സോ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ലാസ്റ്റ് വീഡിയോ 4.7 വരെ കവർ ചെയ്തു, ആൻഡ് ഈ വീഡിയോയിൽ നമ്മൾ 4.8 ടു 4.14 ആണ് കവർ ചെയ്യാൻ പോകുന്നത്. സോ അധികം സമയം വേസ്റ്റ് ആക്കില്ല, സ്ട്രെയിറ്റ് ആയിട്ട് പോവാണ്. So 4.8 safety procedures. So for clause number 4 basically contractor responsibility ആണ് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ബട്ട് സ്റ്റിൽ ഇത് ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ് കൺസൾട്ടൻറ്റിനും ക്ലയൻറ്റിനും ഒക്കെ. ഇത് ഈക്വലി ഇമ്പോർട്ടൻ്റ് ബിക്കോസ് ഡിഫറെൻറ്റ് റെസ്പോൺസിബിലിറ്റി ഓഫ് ഡിഫറെൻറ്റ് പാർട്ടീസ് ഇൻ്റർമിറ്റ് ആയിട്ട് പലയിടത്തും അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഈ ക്ലോസിൽ. സോ വെരി ഇഫ് യു ആർ, നിങ്ങൾ കോൺട്രാക്ടർ ആയിക്കോട്ടെ, നിങ്ങൾ കൺസൾട്ടൻ്റ് ആയിക്കോട്ടെ, നിങ്ങൾ ക്ലയൻറ്റ് ആയിക്കോട്ടെ, ഈ ഒരു ക്ലോസ് ബി വെരി കെയർഫുൾ വിത്ത് ഈച്ച് ആൻഡ് എവറി വേർഡിങ്സ് ആക്ച്വലി. സോ 4.8 സേഫ്റ്റി പ്രൊസീജിയേഴ്സ് ആണ് മെൻഷൻ ചെയ്യുന്നത്. ദ കോൺട്രാക്ടർ ഷാൽ comply with all applicable safety regulations, take care of safety of all person entitled to be on site, use reasonable effort to keep the site and work clear of unnecessary obstructions so that avoid danger to these persons, provide fencing, lighting, guarding and watching work for all completion, provide any temporary works including roadways, footways, guards, everything which may be required for the site. So basically I'm telling ഈ ഒരു സേഫ്റ്റി റിക്വയർമെന്റ് കോൺട്രാക്ടറിന്റെ ഓൺ സോൾ റെസ്പോൺസിബിലിറ്റി ആണ്. ബിക്കോസ് നമ്മുടെ വർക്ക് സ്റ്റാർട്ട് ആകുമ്പോൾ നമ്മളെ പ്രിമൈസസ് എംപ്ലോയർ ഹാൻഡ് ഓവർ ചെയ്യാണ് പിന്നെ കോൺട്രാക്ടറിന്. സോ ദെൻ അത് മുതൽ വാട്ട് എവർ ഇൻസൈഡ് ദ സൈറ്റ് കോൺട്രാക്ടിന്റെ ഓൺ റെസ്പോൺസിബിലിറ്റി ആണ്. അവരുടെ സ്റ്റാഫ് മാത്രമല്ല, ഇപ്പോൾ ഒരു ഫോറിൻ ഒരു വേറെ തേർഡ് പാർട്ടി വരുമ്പോൾ അവരുടെ സേഫ്റ്റി കൂടി ഈ കോൺട്രാക്ട് റെസ്പോൺസിബിലിറ്റി ആണ്. അതുകൊണ്ടാണ് നമ്മൾ പുതിയ ആള് അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ സൈറ്റിലേക്ക് വരുമ്പോൾ നമ്മൾ അവരെയൊക്കെ സേഫ്റ്റി ഇൻജെക്ഷൻ ചെയ്യിക്കുന്നത് ഈ ഒരു ഇഷ്യൂ കാരണം. നിങ്ങൾക്ക് അറിയാമായിരിക്കും, നിങ്ങളിപ്പോൾ കോൺട്രാക്ട് സൈഡിലാണ് വർക്ക് ചെയ്യുന്നെങ്കിൽ നമ്മളൊരു പുതിയ ആൾ, ഒരു തേർഡ് പാർട്ടി വരട്ടെ, ഒരു ഇൻസ്പെക്ടർ വരട്ടെ, അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് ആൾ വരുമ്പോൾ നമ്മൾ ഫസ്റ്റ് അവരെ സേഫ്റ്റി ഇൻജെക്ഷൻ കൊടുക്കും. സോ ബിക്കോസ് അത് കോൺട്രാക്ടറിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് അവരുടെ സേഫ്റ്റി. സോ അവർ സേഫ്റ്റി അറിഞ്ഞു വേണം സൈറ്റിൽ കയറാൻ വേണ്ടി. സോ അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു ക്ലോസ് കൊണ്ടിട്ട് അൾട്ടിമേറ്റ്ലി കോൺട്രാക്ടർ ആണ് റെസ്പോൺസിബിൾ, നോട്ട് ജസ്റ്റ് ഫോർ ഹിസ് എംപ്ലോയീസ്, ഹൂ എവർ എൻ്ററിംഗ് ടു സൈറ്റ് ഹി ഈസ് റെസ്പോൺസിബിൾ ആക്ച്വലി. പിന്നെ ലൈറ്റിംഗ്, ഫെൻസിങ് ഒക്കെ അവർ പ്രൊവൈഡ് ചെയ്യണം ടു പ്രൊട്ടക്ട് ദ സൈറ്റ് ആക്ച്വലി. ബിക്കോസ് ഒരു തേർഡ് പാർട്ടി ഹസാർഡ് ഓർ ഹാം ആ സൈറ്റിൽ ഉണ്ടാവാൻ പാടില്ല. അതിനാണ് പറഞ്ഞത് ലൈറ്റിംഗ്, പ്രൊട്ടക്ഷൻ, ഫെൻസിങ്, ട്രെസ്പാസ് ഒക്കെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. സൈറ്റ് സെക്യൂരിറ്റി, സൈറ്റ് ഗാർഡ് ഒക്കെ കൊടുക്കേണ്ടത് ഇതുകൊണ്ട്. നമ്മൾ പ്രിലിംസ് നോക്കിയാൽ മനസ്സിലാവും, നമുക്ക് ജനറൽ റിക്വയർമെന്റ് നോക്കിയാൽ മനസ്സിലാവും. അതിൽ സേഫ്റ്റി, സെക്യൂരിറ്റി ഗാർഡിനൊക്കെ സെപ്പറേറ്റ് ഐറ്റം ഉണ്ട് എല്ലാ BOQലും. അത് ഈ ഒരു പെർട്ടിക്കുലർ ഇത് കാരണമാണ് അവിടെ പെർട്ടിക്കുലർ ഐറ്റം കൊടുത്തത്. ബിക്കോസ് സേഫ്റ്റി കംപ്ലീറ്റ്ലി റെസ്പോൺസിബിലിറ്റി ഓഫ് ദി കോൺട്രാക്ടർ ആണ്. സോ ഹി ഹാസ് ടു ഗെറ്റ് മണി ഫോർ ദാറ്റ്. ആ ഒരു കണ്ടന്റ് വെച്ചിട്ടാണ് നമ്മൾ ഇവിടെ അവിടെ ജനറൽ റിക്വയർമെന്റിൽ ഒരു ഐറ്റം തന്നെ ആഡ് ചെയ്യുന്നത്. സോ യു ഡിയർ കോൺട്രാക്ടർ, യു ആർ റെസ്പോൺസിബിൾ ഫോർ ദ സേഫ്റ്റി. സോ നിങ്ങൾക്ക് അതിനുള്ള പൈസ ഇവിടെ ആഡ് ചെയ്യാം. ഓക്കെ. പിന്നെ ടെമ്പററി വർക്ക്സ്, ഫുഡ് വേസ്, ഗാർഡ്സ്, എന്തൊക്കെയാണ് ഒരു സേഫ് വർക്കിംഗ് ഓഫ് സൈറ്റ് വേണ്ടത് അതൊക്കെ അയാൾ പ്രൊവൈഡ് ചെയ്യണം. സോ അതാണ് 4.8. സോ നമുക്ക് ഒരു കോൺട്രാക്ടറിന് ഒരു രീതിയിലും പറയാൻ പറ്റില്ല അത് എൻ്റെ ഭാഗത്തുള്ള മിസ്റ്റേക്ക് അല്ല എന്ന് പറയാൻ പറ്റില്ല. സോ വാട്ട് എവർ സേഫ്റ്റി, ബീറ്റ് പെർമനന്റ് വർക്ക്, പീപ്പിൾ, തേർഡ് പാർട്ടി, എന്തെങ്കിലും ആയിക്കോട്ടെ, ഓൾ അണ്ടർ ദി കൺട്രോൾ ഓർ അണ്ടർ ദി റെസ്പോൺസിബിലിറ്റി ഓഫ് ദി കോൺട്രാക്ടർ. അടുത്ത ക്വാളിറ്റി അഷുറൻസ്. സോ ദിസ് ലൈക്ക് എല്ലാവർക്കും അറിയുന്ന സംഭവമാണ്. ക്വാളിറ്റി ഓഫ് ദ വർക്ക് ഇസ് ഒബ്വിയസ്ലി ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ കോൺട്രാക്ടർ. സോ നമ്മൾ ടെൻഡർ സബ്മിറ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ കോൺട്രാക്ടറോട് അവരുടെ ക്വാളിറ്റി പ്രൊസീജിയേഴ്സ് ചോദിക്കും. നിങ്ങളുടെ ക്വാളിറ്റി ഓഡിറ്റിംഗ് സ്റ്റെഫും ക്വാളിറ്റി പ്രൊസീജിയറും ക്വാളിറ്റി എല്ലാ ഡീറ്റെയിൽസും പ്രൊവൈഡ് ചെയ്യുമ്പോൾ അത് ടെക്നിക്കൽ ഡോക്യുമെന്റ് ഭാഗമാണ് ആക്ച്വലി. മെനി ഓഫ് എല്ലാ ടെൻഡർ ഡോക്യുമെന്റ്സിലും നമ്മൾ വെനെവർ ടെൻഡർ പ്ലോട്ട് ചെയ്തിട്ട് ടെക്നിക്കൽ സബ്മിഷൻ ചെയ്യുമ്പം ഇതൊരു വെയിറ്റേജ് നമ്മൾ സ്കോർ കൊടുക്കുമല്ലോ. അപ്പോൾ ഈ ക്വാളിറ്റി അഷുറൻസ് ഒരു വലിയ ഫാക്ടറാണ്. നിങ്ങളുടെ ക്വാളിറ്റി പ്രൊസീജിയേഴ്സ് നിങ്ങൾ എങ്ങനെ കൺട്രോൾ ചെയ്യുന്നു, നിങ്ങൾ എങ്ങനെ മോണിറ്റർ ചെയ്യുന്നു, നിങ്ങൾ എങ്ങനെ അഷ്യൂർ ചെയ്യുന്നു, ഈ സംഭവങ്ങളൊക്കെയാണ് ക്വാളിറ്റി അഷുറൻസ് ഉദ്ദേശിക്കുന്നത്. സോ ഫ്രം ദ വെരി ബിഗിനിങ് ടെൻഡറിൽ ഓൾറെഡി നമ്മൾ അവരുടെ പ്രൊസീജിയർ റിവ്യൂ ചെയ്യും. പക്ഷേ വെൻ സ്റ്റാർട്ട് ചെയ്യുമ്പം സ്പെസിഫിക് ആയിട്ട് ക്വാളിറ്റി അഷുറൻസ് ഡീറ്റെയിൽസും ക്വാളിറ്റി കൺട്രോൾ ഡീറ്റെയിൽസും അവർ സബ്മിറ്റ് ചെയ്യണം. ക്വാളിറ്റി പ്രൊസീജിയർ സബ്മിറ്റ് ചെയ്യണം, വിച്ച് ഹാസ് ടു ബി വെറ്റ് ബൈ ദി എഞ്ചിനീയർ ആൻഡ് എംപ്ലോയർ. ബിക്കോസ് ക്വാളിറ്റി എന്ന് പറയുന്നത് അൾട്ടിമേറ്റ് ആൻഡ് പ്രൈം ഇമ്പോർട്ടൻസ് സംഭവമാണ്. സോ അത് നമുക്ക് കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല. സോ അതുകൊണ്ടാണ് ഈ ക്വാളിറ്റി എന്ന സംഭവം ദ പ്രൈം ഇമ്പോർട്ടൻസ് കോൺട്രാക്ടർ റെസ്പോൺസിബിലിറ്റി കൊടുക്കാൻ കാരണം. സോ ഇഫ് എംപ്ലോയറോ എഞ്ചിനീയറോ ചോദിക്കുന്നു
സബ്മിറ്റ് യുവർ ക്വാളിറ്റി പ്രൊസീജിയേഴ്സ് പറഞ്ഞാൽ നമുക്ക് ആസ് എ കോൺട്രാക്ടർ നമുക്ക് നോ പറയാൻ പറ്റില്ല, നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആണ്. ഇഫ് എംപ്ലോയർ തിങ്ക് നമ്മുടെ പോളിസി പോരാ, അവരുടെ ക്വാളിറ്റി റിക്വയർമെൻറ്റുമായിട്ട് മാച്ച് ചെയ്യുന്നില്ല എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഡീം ടു ചേഞ്ച് ആണ് ആക്ച്വലി ആ പ്രൊസീജിയേഴ്സ്, ആക്ച്വലി ക്വാളിറ്റി പ്രൊസീജിയേഴ്സ്. അടുത്തത് സൈഡ് ഡാറ്റ. സൈഡ് ഡാറ്റ എന്ന് പറയുമ്പോൾ നമ്മൾ ഇത് മോർ ടെൻഡറും കൂടി ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരു ക്ലോസ് ആണ് സൈഡ് ഡാറ്റ. ആക്ച്വലി എംപ്ലോയർ ആക്ച്വലി വിച്ച് എവർ ഇൻഫർമേഷൻ അബൌട്ട് എ സൈറ്റ് ഹി ഡീം ടു പ്രൊവൈഡ് ടു ദ കോൺട്രാക്ടർ. ഓക്കെ, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഫസ്റ്റ് സെന്റൻസ് മനസ്സിലാവും. എംപ്ലോയർ ഷാൽ ഹാവ് മെയ്ഡ് അവൈലബിൾ ടു ദ കോൺട്രാക്ടർ ഫോർ ഹിസ് ഇൻഫർമേഷൻ പ്രയർ ടു ബേസ് ഡേറ്റ്. പ്രയർ ടു ബേസ് ഡേറ്റ് എന്ന് പറയുമ്പോൾ ബേസ് ഡേറ്റ് ആകുമ്പോൾ നമുക്ക് പോസ്റ്റ് കോൺട്രാക്ട് അല്ല, അത് ബേസ് ഡേറ്റ് ആകുമ്പോൾ നമ്മൾ ടെൻഡർ സ്റ്റേജിലേക്ക് പോയി. ബേസ് ഡേറ്റ് എന്ന് പറയുകയാണെങ്കിൽ 28 days ബിഫോർ ദി സബ്മിഷൻ ഓഫ് ടെൻഡർ ആണ് ബേസ് ഡേറ്റ് ഉദ്ദേശിക്കുന്നത്. ഏത് ടെൻഡറിങ്ങിനും ടെൻഡർ 100 days ആണെങ്കിൽ 28 days ബിഫോർ ദി 100 days ആണ് ആ ബേസ് ഡേറ്റ് ആ ടെൻഡറിങ്ങിൻ്റെ. സോ അതിന് മുമ്പായിട്ട് അവൈലബിൾ ആയിട്ടുള്ള സൈഡ് ഡാറ്റ നമ്മൾ എംപ്ലോയർ കോൺട്രാക്ടിന് പ്രൊവൈഡ് ചെയ്യണം. സോ ഈ ഒരു പെർട്ടിക്കുലർ ക്ലോസ് മോർ ലിങ്ക് ടു ദ ടെൻഡർ ഫേസ് കൂടിയാണ് ആക്ച്വലി. ബിക്കോസ് ജസ്റ്റ് എൻഷുറിങ് ഒരു എംപ്ലോയർ അടുത്തുനിന്ന് കോൺട്രാക്ടർ ബേസ് ഡേറ്റിന് മുമ്പായിട്ട് സൈഡ് ഡാറ്റ, അതായത് ഹൈഡ്രോളജിക്കൽ അതിൻ്റെ ഇൻഫർമേഷൻ, ജിയോ ടെക്നിക്കൽ ഇൻഫർമേഷൻസ്, പിന്നെ സൈറ്റിൻ്റെ പ്രിമൈസസ്, ബൗണ്ടറീസ്, സബ്സർവേഴ്സ് കണ്ടീഷൻ, ഇങ്ങനെ ഇത്യാദി ഇൻഫർമേഷൻസ് നമുക്ക് ഓൾറെഡി കിട്ടിയിരിക്കണം ഓർ എംപ്ലോയർ സപ്പോസ് ടു പ്രൊവൈഡ്. വേറെ കാര്യം എന്താ വെച്ചാൽ ഈ ഇൻഫർമേഷൻസ് നമ്മൾ ഡീം ടു ബി പാർട്ട് ഓഫ് അവർ സ്കോപ്പ്, അത് ഡീം ടു ബി കവേർഡ് അണ്ടർ അവർ ടെൻഡർ സബ്മിഷൻ. അതാണ് സെക്കൻഡ് പാരന്റ് നമുക്ക് മനസ്സിലാവും. അവിടെ കൊടുത്തിട്ടുണ്ട് the form and nature of site including subsurface condition, the hydrological and climate condition, extent and nature of work good necessary for the execution of work, laws and contract requirement for transport facilities, personal power, transport etc. ഇത് പറയാൻ കാരണം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു സൈറ്റിൽ പോയിട്ട് നമുക്ക് ഫോർ എക്സാമ്പിൾ നമുക്ക് അവർ ജിയോ ടെക്നിക്കൽ സോയിൽ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട്, ജിയോ ടെക്നിക്കൽ റിപ്പോർട്ട് തന്നു, വിച്ച് സ്റ്റേറ്റ് ദ സോയിൽ കണ്ടീഷൻ അതിലുണ്ടാവും, വാട്ടർ ടേബിൾ ലെവൽ അതിലുണ്ടാവും. എഗെയിൻ നമ്മൾ വി ഷുഡ് ആസ് എ കോൺട്രാക്ടർ ഗോ വിസിറ്റ് സൈറ്റ്, നമ്മൾ സൈറ്റ് പേഴ്സണലി വിസിറ്റ് ചെയ്യണം. ബിക്കോസ് അപ്പം മാത്രമേ നമുക്ക് ശരിക്കുള്ള ഫിസിക്കൽ കണ്ടീഷൻ മനസ്സിലാവും. അതായത് സിറ്റി എത്ര ദൂരത്താണ്, ഇവിടുത്തെ ക്ലൈമറ്റ് കണ്ടീഷൻ എങ്ങനെയാണ്, കാറ്റാണോ ചൂടാണോ, പിന്നെ സബ്സർഫസ് കണ്ടീഷൻ നമുക്ക് ഒബ്വിയസ്ലി നമുക്ക് ആ ഒരു ഡോക്യുമെന്റ്സ് റിലേ ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ അവിടെ ബോർഹോളോ ടയൽപിറ്റോ ഒക്കെ കുഴിക്കാനുള്ള പെർമിഷൻ മേടിക്കണം നമുക്ക് എൻഷുർ ചെയ്യാൻ വേണ്ടി, അവർ തന്ന ഡീറ്റെയിൽസ് ആക്യുറേറ്റ് ആണെന്നും എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട്. അതാണ് ഈ ഒരു സംഭവം. അപ്പം നമ്മൾ ടെൻഡർ റിസീവ് ചെയ്യുമ്പോൾ ഈ ഒരു ABCD നമ്മുടെ സ്കോപ്പാണ് ആക്ച്വലി, നമ്മൾ ഡീം ടു കൺസിഡർ ആണ് ഈ സംഭവം. സോ മേക്ക് ഷുവർ നമുക്ക് ടെൻഡർ കിട്ടുമ്പോൾ നമ്മൾ സൈറ്റ് പോയി കാണണം, സബ്സർഫസ് കണ്ടീഷൻസ് റിവ്യൂ ചെയ്യണം, ക്ലൈമറ്റിക് കണ്ടീഷൻസ്, ട്രാൻസ്പോർട്ട് കണ്ടീഷൻസ് ഒക്കെ നോക്കണം. ബിക്കോസ് ഒരു സൈറ്റ് 100 kilometers അവേ ഫ്രം സിറ്റി ആണെങ്കിൽ നമ്മൾ അത്രയും എലവൻസ് അവിടെ കൺസിഡർ ചെയ്യണം. സോ അതാണ് സൈറ്റ് ഡാറ്റ എന്നൊരു ക്ലോസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് 4.11 which is sufficiency of the accepted contract amount. ഇത് ഈ ക്ലോസ് വെക്കാൻ കാരണം കോൺട്രാക്ട് എമൗണ്ട് ഫർദർ റിവിഷൻ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയാണ്. സോ നിങ്ങളൊരു ടെൻഡർ സബ്മിറ്റ് ചെയ്തു, നിങ്ങളൊരു LOA അഗ്രി ചെയ്തു, ആ എമൗണ്ട് ഡീം ടു ഇൻക്ലൂഡ് ടു കവർ ദ ഫുൾ സ്കോപ്പ് ഓഫ് വർക്ക് പ്ലസ് റെമഡിങ് ഡിഫക്റ്റ്. അതായത് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഡോക്യുമെന്റ്സ് പ്രകാരം അല്ലെങ്കിൽ കോൺട്രാക്ട് ഡോക്യുമെന്റ്, അതായത് ഡ്രോയിങ് സ്പെസിഫിക്കേഷൻ പ്രകാരം ആ വർക്ക് പ്ലസ് അതിൻ്റെ DLP പീരീഡ് ഫുൾഫിൽ ചെയ്യാനുള്ള എമൗണ്ട് ആണ് നിങ്ങൾ അഗ്രി ചെയ്തേക്കുന്നത്. നിങ്ങൾ പിന്നെ പറയാൻ പാടില്ല ഞാൻ അത് നോക്കിയില്ല ഇത് നോക്കിയില്ല. സോ ആസ് പെർ ഈ ഒരു ക്ലോസ് പ്രകാരം ഫർദർ ഡിസ്പ്യൂട്ട്, ആക്ച്വലി ഇതിൻ്റെ ഒരു ഇന്റൻഷൻ എന്താ വെച്ചാൽ ഈ ഒരു ക്ലോസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡിസ്പ്യൂട്ട് മാക്സിമം ഒഴിവാക്കുവാണ്. അതായത് നമ്മൾ ഓൾറെഡി 4.11 പറഞ്ഞേക്കുവാണ് ഈ ഒരു എമൗണ്ട് LOയിൽ കാണിച്ചേക്കുന്ന എമൗണ്ട് സഫീഷ്യൻ്റ് ആണ്, നമ്മൾ ഓൾറെഡി കോൺട്രാക്റ്റിലുണ്ട്. സോ ബോത്ത് പാർട്ടി ഡീം ടു റെസ്പെക്ട് ദിസ്. സോ വെൻ യു സേ 4.11 ഈ ഒരു എമൗണ്ട് അഗ്രീഡ് ഇൻ ദ LOA ഡീം ടു ബി കവർ ദ ഫുൾ എമൗണ്ട് ഓഫ് കോൺട്രാക്ട് പ്ലസ് റെമഡിങ് ഡിഫക്റ്റ് എന്ന് പറയുകയാണെങ്കിൽ യെസ്, ഞാനും എംപ്ലോയറും കോൺട്രാക്ടറും അഗ്രീഡ് ആണ്. വേറെ അൺലെസ് അതർവൈസ് എംപ്ലോയർ അഡീഷണൽ വർക്ക് പറഞ്ഞാൽ ഈ എമൗണ്ട് മാറും, വേരിയേഷൻ വരുമ്പോൾ മാറും, ലോ മാറുമ്പോൾ ഒക്കെ മാറും, അത് വേറെ കണ്ടീഷൻ. ബട്ട് അൺലെസ് അതർവൈസ് അങ്ങനെ ഇല്ലാണ്ടിരിക്കുന്നിടത്തോളം കാലം ആ LOA എമൗണ്ട് അല്ലെങ്കിൽ കോൺട്രാക്ട് എമൗണ്ട് ഡീം ടു കവർ ഫുൾ സ്കോപ്പ് പ്ലസ് DLP.
അതാണ് 4.11 ഉദ്ദേശിക്കുന്നത്. നമ്മൾ 4.8 to 4.15 ഇസ് ലൈക്ക് കമ്പാരിറ്റീവ്ലി സിമ്പിൾ ആണ്. നമ്മൾ പ്രീവിയസ്ലി എക്സ്പ്ലെയിൻ ചെയ്ത 4.10 അല്ലെങ്കിൽ 2 ഒക്കെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ സിമ്പിൾ ആണ്. ബിക്കോസ് ആ ഒരു ഫസ്റ്റ് ക്ലോസസ് ആണ് വെരി ക്രിട്ടിക്കൽ. ബിക്കോസ് പെർഫോമൻസ് സെക്യൂരിറ്റി ഒക്കെ അവിടെ മെൻഷൻ ചെയ്യുന്നത്. ഇതൊക്കെ നോർമലി നിങ്ങൾക്ക് പറയുമ്പോൾ എക്സ്പ്ലെയിൻ ചെയ്താൽ മനസ്സിലാവും. ബിക്കോസ് യു മൈറ്റ് ഹാവ് കം അക്രോസ് ഈ ക്ലോസസ് ആക്ച്വലി. അടുത്ത 4.12 അൺഫോഴ്സിബിൾ ഫിസിക്കൽ കണ്ടീഷൻ. ഐ ഡോണ്ട് നോ ഇത് അത്രത്തോളം നിങ്ങൾ കം അക്രോസ് ചെയ്യാൻ എനിക്ക് അറിയില്ല. പക്ഷേ ഒരു ഫിസിക്കൽ കണ്ടീഷൻ വിച്ച് ഇസ് അൺഫോഴ്സിബിൾ ആകുമ്പോൾ ഉള്ള ഒരു ക്ലോസ് ആണ് ഇത് ആക്ച്വലി. നമുക്ക് നോർമലി നമുക്ക് അണ്ടർഗ്രൗണ്ട് വർക്ക് ചെയ്യുന്നു അല്ലെങ്കിൽ എക്സ്കവേഷൻ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഓൾറെഡി സൈറ്റ് ഡാറ്റ അല്ലെങ്കിൽ അണ്ടർഗ്രൗണ്ട് സർവീസിൻ്റെ ഡാറ്റ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. എന്തൊക്കെ വാട്ടർ ലൈൻ പോകുന്നുണ്ടോ, ഇലക്ട്രിക്കൽ ലൈൻ പോകുന്നുണ്ടോ, കേബിൾ പോകുന്നുണ്ടോ ഒക്കെ നമുക്ക് ആ ഡ്രോയിങ്സ് നോക്കിയാൽ മനസ്സിലാവും. അതായത് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് കിട്ടുന്ന ആസ്പെൽ ഡ്രോയിങ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ആ ഒരു സ്ഥലത്ത് വേറെ സർവീസ് വല്ലതും ഉണ്ടോ എന്ന്. ഇതൊന്നും ഇതിൽ ബാധകമല്ല. ഇത് പറഞ്ഞ ഫിസിക്കൽ കണ്ടീഷൻ വിച്ച് ഇസ് അൺഫോഴ്സിബിൾ. ഫിസിക്കൽ കണ്ടീഷൻ കുഡ് ബി മാൻമെയ്ഡ് ആവാം അല്ലെങ്കിൽ നാച്ചുറൽ ആവാം. നാച്ചുറൽ എന്ന് പറയുകയാണെങ്കിൽ ഇപ്പം അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ഹെവി റോക്ക് വരുന്നു, അതൊരു നാച്ചുറൽ ഇതാണ്, നമുക്ക് ഒരു ഡ്രോയിങ്ങിലും ആ ഇൻഫർമേഷൻ കാണിക്കാൻ പറ്റില്ല. അതുപോലെ സൈറ്റ് ഡാറ്റ നോക്കിയാൽ ചിലപ്പോൾ മനസ്സിലാവും. കാരണം ആ ഒരു പെർട്ടിക്കുലർ സ്ഥലത്ത് നമ്മൾ സോയിൽ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുമ്പോൾ നമ്മൾ ഇവിടെ സാമ്പിൾ ഓഫ് എടുക്കുന്നു, അത് മാത്രമേ മനസ്സിലാവൂ. ഈ ഒരു പെർട്ടിക്കുലർ റോക്ക് അവിടെ ഉണ്ട്, നമുക്ക് ഒരിക്കലും ഗസ് ചെയ്യാൻ പറ്റില്ല. സോ അതാണ് ഒരു നാച്ചുറൽ ഇത്. ചില മാൻമെയ്ഡ് എന്ന് പറയുമ്പോൾ ചില സമയത്ത് പണ്ടെങ്ങാനും ഉണ്ടായിരുന്ന ഒരു ബിൽഡിങ്ങിന്റെ അവശിഷ്ടം ഉണ്ടാവാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പഴയ മാൻ ഹോൾസിന്റെ അവശിഷ്ടങ്ങൾ ഉണ്ടാവാം, അല്ലെങ്കിൽ അതുപോലത്തെ പഴയ പുരാതന കാലത്തുള്ള എന്തെങ്കിലും ഒക്കെ അവശിഷ്ടങ്ങൾ ഉണ്ടാവും. അതൊക്കെ മാൻമെയ്ഡ് ആണ്. വേറൊരു എക്സാമ്പിൾ, നമ്മൾ ചില സമയത്ത് കുഴിക്കുമ്പോൾ നിധി കിട്ടുമെന്ന് കേട്ടില്ലേ, അതൊക്കെ ആക്ച്വലി ഫിസിക്കൽ കണ്ടീഷൻ ആണ്. ബിക്കോസ് അത് നമ്മളെ നിധിയാണെന്ന് പറയുകയാണെങ്കിൽ അത് നമ്മുടെ സമയം കോൺട്രാക്ടിന് ഇഷ്ടം പോലെ എടുത്ത് കളയും. ബിക്കോസ് അത് നിധി കണ്ടെത്തി നമ്മൾ തെറ്റ് ചെയ്യാൻ പാടില്ല. നമ്മൾ എംപ്ലോയറിനെ ഇൻഫോം ചെയ്യുന്നു, എംപ്ലോയർ മേ ബി ഗവൺമെന്റ് ഇൻഫോം ചെയ്യുന്നു, ഒരു വലിയ ആൾക്കാർ വരുന്നു, ബഹളാക്കുന്നു, സംഭവം അതൊക്കെ നമ്മുടെ കോൺട്രാക്ടറിന്റെ സമയമാണ്. പിന്നെ വേറൊരു സംഭവം വെച്ചാൽ, ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മൾ കുഴിക്കുമ്പോൾ വല്ല അസ്ഥികൂടങ്ങളോ കുഴിച്ചിട്ട് ആൾക്കാരുടെ ഡെഡ് ബോഡിയോ കണ്ട്, അതും ഈ പറഞ്ഞ പോലെ അൺഫോഴ്സിബിൾ ആയ ഫിസിക്കൽ കണ്ടീഷനാണ്. ഇങ്ങനത്തെ കണ്ടീഷനിലാണ് ഈ ഒരു ക്ലോസ് ആപ്ലിക്കബിൾ ആയി ഇൻ കേസ് നിങ്ങൾ ഇങ്ങനെ വല്ലതും കം അക്രോസ് ചെയ്യുകയാണെങ്കിൽ. പക്ഷെ ക്ലൈമാറ്റിക് കണ്ടീഷൻ ഇതിന് ബാധകമല്ല. അൺഫോഴ്സിബിൾ ആയ ഫിസിക്കൽ കണ്ടീഷൻ, ബി ഇറ്റ് മാൻമെയ്ഡ് ഓർ നാച്ചുറൽ, ആ സമയത്താണ് നമ്മൾ ഈ ഒരു ക്ലോസ് യൂസ് ചെയ്യുന്നത്. ഒബ്വിയസ്ലി ഇപ്പം നമ്മളെ പ്രീവിയസ് എക്സാമ്പിളിൽ നമ്മളൊരു ശവശരീരം കാണുകയാണ് എക്സ്കവേറ്റ് ചെയ്യുമ്പോൾ, അത് നമ്മൾ പോലീസ് കേസാവും, പല പ്രശ്നങ്ങളാവും. നമ്മളിപ്പം എംപ്ലോയറെ ഇൻഫോം ചെയ്യും, എംപ്ലോയർ പോലീസ് ഇൻഫോം ചെയ്യും, അവർ വരും, നമ്മുടെ കുറേ സമയം പോകും. സോ ആ സമയത്ത് നമ്മളിങ്ങനെ വല്ലതും കം അക്രോസ് ചെയ്താൽ അപ്പം തന്നെ ഒരു നോട്ടീസ് അയച്ചേക്കുക എഞ്ചിനീയറിന്. ഡിയർ എഞ്ചിനീയർ, ഡ്യൂ ടു ക്ലോസ് നമ്പർ 4.12 we faced or we have seen some unforeseeable physical or man-made condition under the surface and that taking significant time of us. അതെന്ന് പറഞ്ഞിട്ട് ഒരു നോട്ടീസ് അങ്ങ് അയച്ചേക്കുക. നമ്മുടെ റൈറ്റ് നമുക്ക് റിസർവ് ചെയ്ത് വെക്കുകയാണ്. നമ്മുടെ റൈറ്റ് ഫോർ എക്സ്റ്റൻഷൻ ഓഫ് ടൈം നമ്മൾ റൈറ്റ് ചെയ്യുകയാണ്. അതായത് ബേസിക്കലി നമുക്ക് ഈ ഒരു ക്ലോസ് കാരണം, ബിക്കോസ് നമുക്ക് കുറേ ടൈം ഉറപ്പായിട്ടും പോകും, ചിലപ്പോൾ നമ്മുടെ കോസ്റ്റും പോകും. നമ്മളോട് പറയും നിങ്ങൾ അതൊക്കെ ചെയ്ത് വെക്ക്. സോ അതിന് വേണ്ടിയിട്ട് ടൈമും കോസ്റ്റും എൻടൈറ്റിലാണ്. ഈ ഒരു ഇഷ്യൂ വരികയാണെങ്കിൽ നമ്മൾ ടൈമും കോസ്റ്റും നമുക്ക് അവർ പേ ചെയ്യണം. അഗൈൻ പേയ്മെന്റ് ഡിപ്പെൻസ് ആണ്. സെക്കൻഡ് പാരഗ്രാഫ് കൊടുത്തിട്ടുണ്ട് എങ്ങനെ ഡിറ്റർമൈൻ ചെയ്യണം എഞ്ചിനീയറിന്. അപ്പോൾ എഞ്ചിനീയർ ഡിഫറെന്റ് ഫാക്ടേഴ്സ് നോക്കും. എങ്ങനെ വന്നു, ഇത് ഫോഴ്സിബിൾ ആയിരുന്നു, അൺഫോഴ്സിബിൾ ആയിരുന്നു, ഇത് ഫേവറബിൾ ആയിരുന്നു, പിന്നെ ഇനിയും ഇങ്ങനെ വരാൻ സാധ്യതയുണ്ടോ, അതുപോലെ പ്രൂഫ് ഒക്കെ ചോദിച്ച ശേഷം മാത്രമേ ഡിറ്റർമൈൻ ചെയ്യൂ. പക്ഷേ ഈ 4.12 ദ ഇന്റന്റ് അതാണ് ആക്ച്വലി. ഓക്കെ, അടുത്തത് 4.13 റൈറ്റ് ഓഫ് വേ ആൻഡ് ഫെസിലിറ്റീസ്. ഗൈസ്, ഇത് റൈറ്റ് ഓഫ് വേ മാത്രമല്ല, ഫെസിലിറ്റീസ്. അതായത് എനി റൈറ്റ് ഓഫ് വേ ആൻഡ് ഫെസിലിറ്റീസ് കോൺട്രാക്ടർ റെസ്പോൺസിബിലിറ്റി ആണ്. ഇൻ കേസ് പ്രിമൈസസിൻ്റെ ഉള്ളിൽ നമുക്ക് മെറ്റീരിയൽ സ്റ്റോർ ചെയ്യാൻ പ്രോപ്പർ സ്ഥലമില്ലെങ്കിലും വേറെ സ്ഥലം നമ്മൾ കണ്ടുപിടിക്കണം. അത് നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആണ്. അതാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. എനി അഡീഷണൽ ഫെസിലിറ്റീസ് ഔട്ട്സൈഡ് സൈഡ് വിച്ച് ഹി മേ റിക്വയർ ഫോർ ദ പർപ്പസ് ഓഫ് ദി വർക്ക്. അതിൽ വർക്ക് സ്മോൾ അല്ല, ക്യാപിറ്റൽ വർക്കാണ്. അപ്പോൾ ഡിഫൈൻഡ് ആയ ഒരു വർക്കിനെ പറ്റിയാണ് പറയാം. സോ വിച്ച് ഇസ് ദ സ്കോപ്പ് ഓഫ് ദി വർക്ക് ഓർ എ ഫുൾ കോൺട്രാക്ട്. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് എന്ത് സംഭവം, റൈറ്റ് ഓഫ് വേ, റോഡ് സംഭവങ്ങളൊക്കെ തന്നെ നമ്മുടെ കോൺട്രാക്ട് റെസ്പോൺസിബിലിറ്റി ആണ്. നമുക്ക് എംപ്ലോയറോട് പോയി ചോദിക്കാൻ പാടില്ല. ബിക്കോസ് നമ്മൾ സൈഡ് കണ്ടിട്ടാണ് നമ്മൾ കോൺട്രാക്റ്റിൽ എൻ്റർ ആവുന്നത്. അതിനുശേഷം പറയാൻ പാടില്ല ഇവിടെ സ്ഥലവും ഇല്ല, മറ്റേ ഇല്ല. സോ നമ്മളതൊക്കെ റെസ്പോൺസിബിൾ ആണ്. ഇപ്പോൾ ഇൻ കേസ് ഞാനിപ്പോൾ ഒരു കോൺട്രാക്ട് പറയുകയാണ്, എനിക്ക് ഫെസിലിറ്റി സ്റ്റോർ ചെയ്യാൻ സ്ഥലമില്ല, അല്ലെങ്കിൽ ഡബിൾ ഹാൻഡ്ലിങ് സംഭവം, ഞാൻ പറയും റൈറ്റ് ഓഫ് വേ ആൻഡ് ഫെസിലിറ്റീസ് യുവർ റെസ്പോൺസിബിലിറ്റി ആണ്.
ഡബിൾ ഹാൻഡിങ്ങോ ട്രിപ്പിൾ ഹാൻഡിങ് എന്ത് നിങ്ങൾ ചെയ്തു എനിക്കറിയേണ്ട ആവശ്യം ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് 4.1 ഇതൊക്കെ റൈറ്റ് ഓഫ് വേ ആൻഡ് ഫെസിലിറ്റീസ് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി മാത്രമാണ്. സോ യു ഷുഡ് ബി റെസ്പോൺസിബിൾ ഫോർ ദാറ്റ്. അടുത്തതാണ് നമ്മുടെ അവോയ്ഡൻസ് ഓഫ് ഇന്റർഫറൻസ്. സോ ബേസിക്കലി ഇത് കോൺട്രാക്ടറിൻ്റെ ഒരു വർക്ക് കാരണം അത് പബ്ലിക്കിനോ അതുപോലെ മെയിൻലി പബ്ലിക്കാണ്, പബ്ലിക്കിൻ്റെ കൺവീനിയൻസിനെ ഇമ്പാക്ട് ചെയ്യാൻ പാടില്ല. വെൻ വി സേ പബ്ലിക്, ഓൾ തേർഡ് പാർട്ടി ഓർ നോ പാർട്ടി ടു ദ കോൺട്രാക്ട് നമ്മൾ ഈ കോൺട്രാക്ടർ വർക്ക് ചെയ്യണം, ഇന്റർഫേസ് ചെയ്യാൻ പാടില്ല. സംടൈംസ് ആ ഒരു ഫെസിലിറ്റി അല്ലെങ്കിൽ റോഡ്, ഫോർ എക്സാമ്പിൾ റോഡ് മേ ബി അത് എംപ്ലോയറിൻ്റെ പ്രോപ്പർട്ടി ആയിരിക്കും, എങ്കിൽ തന്നെ പബ്ലിക് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഇന്റർഫിയറൻസ് ചെയ്യാൻ പറ്റില്ല. ഇൻ കേസ് അങ്ങനെ നമ്മൾ വല്ലതും ചെയ്തിട്ട് ഒരു ലീഗൽ ഇഷ്യൂ, ഇപ്പോൾ ഒരു പിന്നെ മെയിൻലി യൂറോപ്യൻ കൺട്രീസിലൂടെയൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഇഷ്യൂ അപ്പോൾ തന്നെ ആൾക്കാർ കേസിന് പോകും. അങ്ങനെ വല്ലതും സംഭവിച്ചാൽ ഇപ്പോൾ നമ്മളൊരു റോഡ് ബ്ലോക്ക് ചെയ്തു, നമ്മൾ പറയുക അത് എംപ്ലോയറിൻ്റെയാണ്, സോ പബ്ലിക് പോകേണ്ട ആവശ്യമില്ല, ബട്ട് ഇറ്റ് വാസ് യൂസിങ് പബ്ലിക് ഫോർ ഇയേഴ്സ്. ആ സമയത്ത് നമ്മളത് ബ്ലോക്ക് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ പറ്റുക നമുക്ക് കേസ് വരും. ആ സമയത്ത് നമ്മുടെ മാത്രം റെസ്പോൺസിബിലിറ്റിയാണ് നമ്മൾ എംപ്ലോയറിനെ ഹാംലെസ് ആയിട്ട് അത് ഇൻഡെംനിഫൈ ചെയ്യണം ആ സമയത്ത്.